അയ്യോ ഇന്നെനിക്കൊരു 8ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നേ. എന്താണെന്നല്ലേ, ഞാൻ അരി ഒന്ന് അടച്ചതാ. അടച്ചത് മൊത്തം എൻ്റെ കയ്യിലോട്ടാണ് വീണത്. അങ്ങനെ കൈ വയ്യാന്നും പറഞ്ഞ് നമുക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചേനെ, അയ്യോ ഈ കൈ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരാഴ്ചത്തേക്ക്. അയ്യോ ഈ കൈ ഇനി എന്ത് ചെയ്യും? അയ്യോ ഈ കൈ കൊണ്ട് എനിക്ക് മുടി കെട്ടാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോയേനെ. പക്ഷേ ഇപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ, ഇവിടെ വേറെ ആരും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഓടിപ്പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി കൊണ്ടുവന്നേ. അതിനുശേഷം ഇന്ന് കപ്പയാണേ, കപ്പയും മുളക് ചമ്മന്തിയുമാണേ. കുറേ ദിവസം കൊണ്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്, ഇന്ന് അത് റെഡിയായത്. അതിനുശേഷം പിന്നെ ഹാളിൽ വന്ന് ഞാൻ അറേഞ്ച് ചെയ്തിടുന്ന എല്ലാം വൃത്തികേടാക്കാൻ വേണ്ടി ഇവിടെ ഒരു കുട്ടിമണിയുണ്ട്. അതെല്ലാം പിന്നെയും തിരിച്ചെല്ലാം നല്ല വൃത്തിയായിട്ടൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ റൂമിലേക്ക് വന്ന് ഇന്ന് അച്ഛനും മോളും പോയിട്ട് സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അത് അപ്പത്തൊട്ടുള്ള ക്ലാസ്സാണ് എനിക്ക്. അതാണ് മറ്റതാണ് മറിച്ചാണെന്നുള്ള ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവയ്ക്ക് ഇതെല്ലാം കൂടെ വാരിക്കെട്ടി നാളെ തന്നെ സ്കൂളിൽ പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. എന്നാൽ പക്ഷേ ഇവക്ക് 23-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഓക്കെ ബൈ.